സദാശിവൻ പിള്ള. മാധവവിലാസം ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ഇദ്ദേഹം ഹിന്ദി ഭാഷാ പണ്ഡിതൻ, ഹിന്ദി പ്രചാരകൻ എന്നീ നിലകളിൽ അറിയപ്പെടുന്നു. എന്നെ 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഹിന്ദി പഠിപ്പിച്ച അധ്യാപകനാണ് ബഹുമാനനായ സുകുമാരൻ നായർ സാർ. അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ ഞാൻ ഹിന്ദി പഠിച്ചതുകൊണ്ടായിരിക്കാം എനിക്ക് ഭാവിയിൽ ഒരു ഹിന്ദി അധ്യാപകനായി മാറുവാൻ കഴിഞ്ഞത്. സുകുമാരൻ നായർ സാറ് നല്ല ആരോഗ്യനിലകാരനായ ഒരു അധ്യാപകനും ഒരു സർവകലാവല്ലഭൻ ആണ്. ഇപ്പോഴും അദ്ദേഹം ആ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുന്നു എന്നതിൽ എനിക്ക് ഏറെ സന്തോഷം. അദ്ദേഹം ആര്യശാല മുതൽ തുണ്ടത്ത് ഹൈസ്കൂൾ വരെ സൈക്കിൾ ചവിട്ടിയായിരുന്നു അന്ന് വന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. കലാരംഗത്ത് ഇത്രയും പ്രാഗൽഭ്യമുള്ള ഒരു അധ്യാപകൻ അന്ന് ഞങ്ങളുടെ തുണ്ടത്തിൽ ഉണ്ടായിരുന്നു. നാടക അഭിനയത്തിലായാലും പാട്ടുപാടുന്ന കാര്യത്തിലായാലും മറ്റ് ഏത് കാര്യത്തിലായാലും നമ്മുടെ സ്കൂളിൽ നടക്കുന്ന യുവജനോത്സവത്തിനും വാർഷികോത്സവത്തിനും സാറിൻ്റെ പ്രാതിനിധ്യം ഞങ്ങളെ ഏവരെയും അന്ന് ഈ കലാരംഗത്തേക്ക് അകറ്റി. ഇതുപോലുള്ള മാതൃകാധ്യാപകരെ ഈ അടുത്ത കാലത്ത് ഒരു സ്കൂളുകളിലും കാണാനില്ല. അദ്ദേഹത്തിൻ്റെ ഈ 87ാം വയസ്സ് ആഘോഷിക്കുന്ന ഈ വേളയിൽ അദ്ദേഹത്തിന് ആയുരാരോഗ്യവും അതുപോലെ തന്നെ എല്ലാ സമ്പൽ സമൃദ്ധിയും എല്ലാം ജഗദീശ്വരൻ തന്നെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എൻ്റെ ഗുരുനാഥൻ്റെ മുൻപിൽ എൻ്റെ ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീ ഗംഗാധരൻ പിള്ള MVHSലെ പൂർവ്വ വിദ്യാർത്ഥി, പിന്നീട് അതേ സ്കൂളിൽ തന്നെ അധ്യാപകൻ. അധ്യാപന ചാതുര്യം കൊണ്ട് സർക്കാർ തലത്തിൽ പ്രശംസ പിടിച്ചുപറ്റിയ കഴിവുറ്റ വ്യക്തിത്വം. തുണ്ടത്തിൽ മാധവവിലാസം ഹൈസ്കൂളിൻ്റെ പ്രാരംഭകാലത്ത് തന്നെ അതീവ സജീവമായി അതിൻ്റെ സർവതോന്മുഖമായ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ച അപൂർവമായ 2 വ്യക്തികളിൽ ഒരാളാണ് ശ്രീ സുകുമാരൻ നായർ സാർ. ചിറങ്കിഴ് വി ഗോപാലപിള്ള സാർ അവരുടെ നിയന്ത്രണത്തിലും പ്രോത്സാഹനത്തിലും ഒരു 2ാം ഭവനം എന്ന നിലയിൽ സ്കൂൾ മാറിയിരുന്നു അക്കാലത്ത്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ആ കാലത്ത് സർവതോന്മുഖമായ സ്കൂളിൻ്റെ വികസനത്തിനു വേണ്ടി സർവവും മാറ്റിവെച്ചുകൊണ്ട് പ്രവർത്തിച്ച ആദരണീയരായ 2 വ്യക്തികളാണ് വി ഗോപാലപിള്ള സാറും എസ് സുകുമാരൻ നായർ സാർ. സുകുമാരം എന്ന ഈ പ്രോഗ്രാമിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് മുൻപ് കാലത്തുണ്ടായിരുന്ന ഗുരുശിഷ്യ ബന്ധത്തെയും അതുപോലെ തന്നെ അവരവരുടെ തൊഴിലിനോടുള്ള കൂറിനെയും എടുത്തു കാട്ടുന്ന ഒരു മഹത് സംരംഭമാണ്. ഈ പ്രദേശത്തുള്ള മുതിർന്നവരിൽ ഏകദേശം ഒരു 90% തുണ്ടത്തിൽ മാധവവിലാസം ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണ്. അവരുടെ മുന്നിലെ അവരെ ഓർമ്മയെ ഒന്നും മിനുക്കിയെടുക്കുന്നതിനു വേണ്ടി നാം ഈ പദ്ധതി ആവിഷ്കരിക്കുന്നത് അതീവ സന്തോഷകരമായ ഒരു കാര്യമാണെന്ന് ഓർക്കുന്നു. എന്തൊക്കെ പ്രയാസങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടെങ്കിലും എന്തൊക്കെ പോരായ്മകളുണ്ടെങ്കിലും വളരെ വളരെ സാഹസികമായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നടത്തുന്ന ഈ സംരംഭത്തിന് എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും അതുപോലെ തന്നെ ഈ സുവർണ ധാരണ നമ്മുടെ ഓർമ്മ ഒന്നുകൂടി പുതുക്കി എല്ലാവരും ഇങ്ങനെയുള്ള ഒരു മാതൃക സ്വീകരിക്കട്ടെ എന്നും ഞാൻ ആശിക്കുന്നു. അതിന് എല്ലാവിധ മംഗളങ്ങളും ഉണ്ടാകാൻ സർവശക്തനോട് പ്രാർത്ഥിക്കുന്നു. ശ്രീ വട്ടപ്പറമ്പിൽ പീതാംബരൻ നായർ സാംസ്കാരിക സാഹിത്യ കലാരംഗങ്ങളിലെ നിറസാന്നിധ്യമാണ് അദ്ദേഹം നല്ലൊരു ഭാഷാ പണ്ഡിതനും വാഗ്മിയും നാടകകാരനുമാണ്. മലയാള ഭാഷയെ അതിൻ്റെ തനതായ ശൈലിയിൽ കുട്ടികളിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഒരു കലാകാരന് അധ്യാപകനായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് അറിയാവുന്ന കലാപരമായ എല്ലാ കഴിവുകളും കുട്ടികളിലേക്ക് സന്നിവേശിപ്പിക്കാൻ എളുപ്പമാണ്. ശ്രീ സുകുമാരൻ നായർ സാറിന് അതിന് കഴിഞ്ഞു എന്നുള്ളത്
നിരന്തരമായ അദ്ദേഹവുമായിട്ടുള്ള ബന്ധത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തുണ്ടത്തിൽ മാധവവിലാസം ഹൈസ്കൂളിൻ്റെ മുൻവശത്ത് ചെല്ലുമ്പോൾ എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു നല്ല ശില്പം അവിടെ ഉണ്ടായിരുന്നു. ഭൂമിയുടെ ഒരു മാതൃക അവിടെ സിമെൻറ്റിൽ ചെയ്തു വച്ചിരുന്നു. അത് സാറിൻ്റെ പ്രവർത്തനമായിരുന്നു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കല വിദ്യാഭ്യാസത്തിൽ ആവശ്യമായി വരുന്നത് നാടകമാണ്. അഭിനയം ചിലപ്പോൾ ക്ലാസ് മുറികളിൽ തന്നെ നടത്തേണ്ടി വരും. അങ്ങനെയെല്ലാം ഉള്ള കഴിവ് പ്രയോഗിക്കാൻ ശ്രീ സുകുമാരൻ നായർ സാറിന് കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അധ്യാപക ജീവിതത്തിലെ ഏറ്റവും ഉയർന്ന ഒരു തലമായിട്ടാണ് ഞങ്ങളെപ്പോലുള്ളവർ കാണുന്നത്. സുകുമാരൻ നായർ സാറ് പഠിപ്പിച്ചിട്ടുള്ള ആളുകളാരും ഹിന്ദിക്ക് മോശക്കാരായിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം കുട്ടികളുടെ മനസ്സറിഞ്ഞ് അതിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ മനസ്സിലാക്കിക്കാനുള്ള തന്ത്രങ്ങൾ അറിയാവുന്ന കലാകാരനായിരുന്നു. അത് മാത്രമല്ല, വേറൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഗാന്ധിയൻ ജീവിതം തൻ്റെ ജീവിതത്തിലേക്ക് പകർത്തിയ ഒരാൾ കൂടിയാണ് ശ്രീ സുകുമാരൻ നായർ. വളരെ എളിമയോടുകൂടിയുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ വീഴാത്ത ആരുമില്ല. ആ ഒരു സൗഹാർദ്ദത നിലനിർത്താൻ അദ്ദേഹം എല്ലാ കാലത്തും ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വളരെയധികം കഴിവുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ, നല്ല കലാകാരൻ എന്നുള്ള ഒരു നിലയിലാണ് എനിക്ക് കൂടുതൽ അദ്ദേഹവുമായി അടുക്കാൻ കഴിഞ്ഞത്. ഞാനും ഈ കലയെ സ്നേഹിക്കുന്ന ഒരാളായതുകൊണ്ട് നാടകത്തിൻ്റെ കാര്യങ്ങളൊക്കെ ധാരാളം സംസാരിക്കാറുണ്ട്. അതിൽ അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയെല്ലാമുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു സുകുമാരൻ നായർ സാർ എന്നുള്ളത് സ്നേഹത്തോടുകൂടി സ്മരിക്കുകയാണ്. ശ്രീ പുഷ്പരാജൻ BSNL ഉദ്യോഗസ്ഥനായ ഇദ്ദേഹം IT വിഭാഗത്തിൽ JTO ആണ്. തുണ്ടത്തിൽ റെസിഡൻസ് അസോസിയേഷന്റെ ആദ്യകാല സെക്രട്ടറി, സാമൂഹ്യ പ്രവർത്തകൻ. ശ്രീ സുകുമാരൻ നായർ സാറിനെ കുറിച്ച് പറയുമ്പോൾ 2004 ഞാൻ ആദ്യമായിട്ട് തുണ്ടത്തിൽ ഒരു പൊതു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് സാറിനെ പരിചയപ്പെടുന്നത്. അന്ന് ഇവിടുത്തെ സ്റ്റേ ബസ്സുകളെല്ലാം നിർത്തിയതിനെതിരെ നമുക്കൊരു പ്രതിഷേധം രേഖപ്പെടുത്തണം എന്നുള്ളൊരാവശ്യമായിട്ടാണ് സാറ് നമ്മളെ സമീപിക്കുന്നത്. അതിനുവേണ്ടി കൂടി ഒരു യോഗത്തിൽ സാറിൻ്റെ അധ്യക്ഷത്തിൽ തന്നെ സാറിൻ്റെ ഒരു അഭിപ്രായമായിരുന്നു നമ്മുടെ ഈ മേഖലയിൽ മറ്റുള്ള മേഖലയിൽ ഒരു റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിക്കുന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായം. സാറിൻ്റെ അധ്യക്ഷത്തിൽ തന്നെ അതിന് വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടാക്കുകയും ചെറുപ്പക്കാരെ കൂടെ ചേർത്തുകൊണ്ട് തന്നെ തുണ്ടത്തിൽ റെസിഡൻസ് അസോസിയേഷൻ എന്നൊരു സംഘടനയ്ക്ക് രൂപം നൽകി. അന്ന് ഈ സംഘടന പ്രവർത്തിക്കണമെങ്കിൽ തിരുവനന്തപുരം ജില്ലാ രജിസ്ട്രാറുടെ അംഗീകാരം വേണം. ഇതിന് അംഗീകാരത്തിന് വേണ്ടി പ്രത്യേക ബൈല ഉണ്ടായി. ഈ ബൈല രൂപപ്പെടുത്തിക്കൊണ്ട് സാറിൻ്റെ ഒപ്പം വാങ്ങിക്കൊണ്ട് ഞങ്ങൾ രജിസ്ട്രാർ സൊസൈറ്റിയിൽ അംഗീകാരം ചെല്ലുമ്പോൾ ആദ്യമായിട്ട് എന്നെ ഞെട്ടിച്ച സംഭവം, ആ അപേക്ഷയിലും ബൈലയിലും അദ്ദേഹം ഹിന്ദിയിലായിരുന്നു ഒപ്പിട്ടത്. ഈ ഒപ്പ് കണ്ടുകൊണ്ട് ആ രജിസ്ട്രാർ, ഞാൻ ഓർക്കുന്നത് സരോജിനി മേഡമാണെന്ന് തോന്നുന്നു, ഈ സരോജിനി മേഡം പറഞ്ഞത് ഇത് നിങ്ങളുടെ മാധവവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിനടുത്തുള്ള പ്രദേശമാണോ എന്ന് ചോദിച്ചു. ഞാൻ അതേന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഈ ഒപ്പിട്ടയ്ക്കുന്ന അധ്യാപകൻ എൻ്റെ ഹിന്ദി അധ്യാപകനാണ് എന്നാണ് ആദ്യമായിട്ട് അവരിങ്ങോട്ട് പോയത്. പിന്നെ ഞങ്ങൾക്ക് അവിടെ താമസമില്ല. ഒരു 10 മിനിറ്റിനകത്ത് തന്നെ ഈ സംഘടനയ്ക്ക് അംഗീകാരം നൽകുന്ന പ്രവർത്തനവുമായിട്ട് അവർ അതിൽ രേഖപ്പെടുത്തി തരികയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ഞങ്ങളെ സംബന്ധിച്ചോളം ഈ ആരോഗ്യ പരിപാലനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു യോഗ ക്ലാസ് ഞങ്ങൾ സംഘടിപ്പിച്ചു. ഈ യോഗാചാര്യൻ വന്ന് യോഗ ക്ലാസ് തുടങ്ങി. ഈ 3-ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും ഈ യോഗയുടെ ആദ്യം നടത്തേണ്ട കാര്യം അവിടെ നടത്തി കാണുന്നു. അപ്പോൾ ഇദ്ദേഹം നമ്മുടെ സുകുമാരൻ സാർ ഇത് വീക്ഷിച്ചുകൊണ്ട് പ്രശ്നത്തിലുള്ള ഇരിക്കുകയാണ്. അദ്ദേഹം യോഗാചാര്യൻ ചോദിച്ചു, നിങ്ങൾ ആദ്യമായി നടത്തേണ്ട ഈ സൂര്യ നമസ്കാരം ഇവിടെ നടത്തിയില്ലല്ലോ എന്ന് ചോദിച്ചു. അത് ഞങ്ങൾ അതിശയപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനത് സാധാരണ ചെയ്യാറില്ല, പക്ഷേ അതാണല്ലോ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ സുകുമാരൻ നായർ സാറ് അതിന് 12 സ്റ്റെപ്പുകൾ കാണിച്ച് അതവിടെ അവതരിപ്പിച്ചപ്പോൾ ഞങ്ങൾക്ക് വളരെ വിസ്മയമായി. അതുപോലെ അദ്ദേഹത്തിൻ്റെ രംഗങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏത് മേഖലയിലായാലും നമ്മളെ സംബന്ധിച്ചോളം ഇവിടെ ഈ വാർഷിക ആഘോഷവും കുടുംബ സംഘവും നടത്താറുണ്ട്. ഈ വാർഷിക ആഘോഷം നടത്തുന്ന സമയങ്ങളിൽ ഈ കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ മത്സരങ്ങൾ നടത്താറുണ്ട്, കലാമത്സരങ്ങൾ. ഈ കലാമത്സരം നടത്തുമ്പോൾ അതിൽ മുഖ്യമായി എന്നെ ആകർഷിച്ചത് ഡ്രോയിങ് കോമ്പറ്റീഷൻ. ഈ ഡ്രോയിങ് കോമ്പറ്റീഷൻ നടത്തുമ്പോൾ അവിടെ ഈ സബ്ജക്റ്റ് എന്തായിരിക്കണം എന്ന് ഞങ്ങൾ വളരെ ആകുലപ്പെട്ടിരിക്കുമ്പോഴായിരിക്കും അദ്ദേഹം ഒരു 10 മിനിറ്റ് കൊണ്ട് ഈ സബ്ജക്റ്റ് കൊടുത്ത് അവിടെ ആ
പിന്നെ നമ്മുടെ മത്സരം പൂർത്തിയാക്കി. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ 2004 മുതൽ 2014 വരെയുള്ള കാലത്ത് തുണ്ടത്തിൽ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലൂടെ നടപ്പാക്കിയ പല പരിപാടികളും നമ്മളെ ഈ നാട്ടുകാർക്കും നാടിനും ഒഴിച്ചുകൂടാനാവാത്ത വിധം സംഘടനയെ കൂടുതൽ അടുപ്പിക്കത്തക്ക രീതിയിലായിരുന്നു എന്നുള്ളതായിട്ട് പ്രത്യേകം ഞാൻ പരാമർശിക്കാൻ ഈ സമയം ആവശ്യപ്പെടുക.